ഇപ്പോൾ ശ്രീ വി എം സുധീരൻ ടെലിഫോണിലുണ്ട്. ശ്രീ വി എം സുധീരൻ, അങ്ങേക്കൊക്കെ എത്രയോ പതിറ്റാണ്ടുകളുടെ അനുഭവമുള്ളതാണ്, സൗഹാർദ്ദമുള്ളതാണ്. ഒരു ജ്യേഷ്ഠനെ പോലെ കണ്ട് നിങ്ങളെ വഴി നയിച്ച ആൾ കൂടിയാണ്. എങ്ങനെയാണ് ഓർക്കുന്നത് തെന്നലെ? ഞാൻ KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന കാലത്താണ് തെന്നലച്ചേട്ടനുമായി പരിചയപ്പെടുന്നത്. അന്ന് അദ്ദേഹം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായിരുന്നു, നിയോജകമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായിരുന്നു. പിന്നീടാണ് DCC പ്രസിഡന്റായി, അത് കഴിഞ്ഞ് KPCC പ്രസിഡന്റായിരുന്നത്. നമുക്ക് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം, തലമുറകൾക്ക് മാതൃകയായ ഒരു പൊതുജീവിതമാണ് അദ്ദേഹത്തിന്റെ. രാഷ്ട്രീയ ധാർമ്മികതയുടെ എന്നെന്നും ഉയർത്തിപ്പിടിക്കാവുന്ന പ്രതീകമാണ് തെന്നലച്ചേട്ടൻ. ഞാൻ ആലോചിക്കായിരുന്നു, അതിൽ എന്തെല്ലാം പദവികൾ വന്നു. ഒരു പദവികൾക്ക് വേണ്ടിയും അദ്ദേഹം ആരെയും സമീപിച്ചിട്ടില്ല. നിസ്വാർത്ഥമായ പ്രവർത്തനമായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത്. കോൺഗ്രസ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ജീവിതം തന്നെയായിരുന്നു. പരമ്പരാഗതമായി കിട്ടിയ വസ്തുവകകളെല്ലാം കോൺഗ്രസിന് വേണ്ടി അദ്ദേഹം ചെലവഴിച്ചു. ഒരു തരത്തിലും അവിഹിതമായ ഒരു നയാ പൈസ പോലും ആരിൽ നിന്നും സ്വീകരിച്ചിട്ടില്ല. രാഷ്ട്രീയ രംഗത്ത് പലപ്പോഴും സ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള വിലപേശലൊക്കെ ഉണ്ടാകുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ തെന്നലച്ചേട്ടൻ ഒരിക്കലും ആ തലത്തിലേക്ക് നീങ്ങിയിട്ടില്ല. പാർട്ടി അദ്ദേഹത്തെ ഏൽപ്പിച്ച എല്ലാ ചുമതലകളും വളരെ ഭംഗിയായി അദ്ദേഹം നിറവേറ്റി. KPCC പ്രസിഡന്റായി പാർട്ടിയെ വിജയത്തിലേക്ക് നയിച്ച ആ സന്ദർഭത്തിലായിരുന്നു അന്ന് അദ്ദേഹം അദ്ദേഹത്തെ തലസ്ഥാനത്ത് നിന്നും അദ്ദേഹത്തിന് മാറേണ്ടി വന്നു. പക്ഷേ ഒരാളോടും ഒരു പരിഭവം പറയാതെ, ഒരക്ഷരം പോലും പാർട്ടിക്ക് അഹിതമായി പറയാതെ, പാർട്ടിയുടെ എല്ലാ നിർദ്ദേശങ്ങളും അതേപടി അനുസരിച്ച് മുന്നോട്ട് പോയ, എനിക്ക് തോന്നുന്നു തെന്നലച്ചേട്ടനെ പോലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരായിരിക്കണം നമ്മുടെ പൊതുരംഗത്തേക്ക് കടന്നു വരുന്നവർക്ക് തികച്ചും മാതൃകയായി മാറേണ്ടത്. ഒരു മാതൃകയാണ്. ഞാനുമായി സമ്മത്സരങ്ങളുടെ സ്നേഹബന്ധമാണ് അദ്ദേഹത്തിനുള്ളത്. കഴിഞ്ഞ ദിവസവും അദ്ദേഹത്തിന്റെ പിറന്നാൾ ദിനത്തിൽ വിളിച്ചപ്പോൾ വളരെ കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചു. പ്രിയപ്പെട്ട തെന്നലച്ചേട്ടന്റെ വേർപാട് വളരെയേറെ വേദനാജനകമാണ്. അതീവ ദുഃഖത്തോടെ പ്രിയപ്പെട്ട തെന്നലച്ചേട്ടന് എന്റെ സ്നേഹാദരങ്ങൾ അർപ്പിക്കുകയാണ്. നന്ദി ശ്രീ വി എം സുധീരൻ. താങ്കളുടെ ഓർമ്മകൾക്ക്, വാക്കുകൾക്ക്, വെണ്മയാർന്ന തെളിമയാർന്ന രാഷ്ട്രീയ ജീവിതം, സംശുദ്ധമായ പൊതുപ്രവർത്തനം എന്ന വാക്കിനോട് പര്യായമായി ചേർക്കാൻ കഴിയുന്ന പേരാണ് തെന്നല ബാലകൃഷ്ണപിള്ള. രാഷ്ട്രീയ ജീവിതത്തിൽ, പൊതുജീവിതത്തിൽ ഉടനീളം സംശുദ്ധി കൈമോശം വരാതെ കാത്തുസൂക്ഷിച്ച രാഷ്ട്രീയ നേതാവാണ്. കേരള രാഷ്ട്രീയത്തിലെ തലമുതിർന്ന കാരണവർമാരിൽ ഒരാളാണ് തെന്നല ബാലകൃഷ്ണപിള്ള. അദ്ദേഹത്തിൻ്റെ അന്ത്യമാണ് സംഭവിച്ചിരിക്കുന്നത്. അല്പം മുമ്പാണ് അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞത്.